ആ എത്തിയാ എന്ത് പറഞ്ഞു ടീച്ചർ? എങ്ങനെയുണ്ട് അവന്റെ മാർക്കൊക്കെ? മാർക്ക് കുഴപ്പമില്ല, നല്ല മാർക്കുണ്ട്. അതെ, പാസ്സായിട്ടുണ്ട് അല്ലേ? പാസ്സായിട്ടുണ്ട്, നല്ല മാർക്കുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ക്ലാസ്സിലൊന്നും? ഏയ്, എല്ലാ ടീച്ചർമാരും കാണാൻ പറ്റിയ? എല്ലാവരും വന്ന് ഓരോരുത്തർ അവരവരുടെ മാർക്ക് ഒക്കെ കാണിച്ചു തന്നു. ഓരോ ചില കുട്ടികളോട് പ്രത്യേകിച്ചൊക്കെ പറയണ്ടായിരുന്നു. അത് തന്നെ സാധാരണ നോർമൽ പാരന്റ്സ് മീറ്റിംഗ്. മൊബൈലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മൊബൈൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. മൊബൈല് വളരെ കുറച്ച് കൊടുത്താൽ മതിയെന്നും പിന്നെ അവർ മൊബൈലിൽ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു. അതൊക്കെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ള പോലെ തന്നെ പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പുറത്ത് പോണ കാര്യമൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മീറ്റിംഗിന് പോയപ്പോ പറഞ്ഞിരുന്നേ പിള്ളേരെ പുറത്തേക്ക് പൈസ അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞു പിള്ളേർക്ക്. ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയല്ലേ, പൈസ വളരെ കുറച്ച് കൊടുത്തായിരുന്നു പറഞ്ഞു. അതും വരുമ്പോ ചോദിക്കുക എന്തൊക്കെ ചെലവെന്നൊക്കെ ചോദിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ്. പിന്നെ വെക്കേഷൻ അല്ലേ, വെള്ളത്തിന്റെ അടുത്ത് പുഴ, കനാല് അങ്ങനെയുള്ള സ്ഥലത്ത് വിടരുത്. നീന്തൽ പഠിപ്പിക്കണം കേട്ടോ. നീന്തൽ പിള്ളേരെ എന്തായാലും പഠിപ്പിക്കണം. അത് നല്ല പ്രൊഫഷണൽ സ്ഥലത്ത് തന്നെ വിട്ട് നമ്മൾ പഠിപ്പിക്കണം. സ്കൂളിൽ ക്യാമ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അവിടെ വിട്ടാൽ മതി. സ്കൂളിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. അതെ അതെ. പിന്നെ ഒരു കൗൺസിലർ വന്നിട്ടുണ്ടായി. അപ്പൊ ആള് പറഞ്ഞ് പിള്ളേര് സ്വയം പ്രാപ്തരാവാൻ ശ്രമിക്കണം, അവരെ ശ്രമിപ്പിക്കണം, അങ്ങനെ അവരെ പഠിപ്പിക്കണം. ഇപ്പൊ അവര് പറയില്ലേ റെഡി ആയിട്ട് അമ്മ ബാഗ് എടുക്ക്, അമ്മ ഐഡന്റിറ്റി കാർഡ് എടുക്ക്, അമ്മ ഷൂ എടുക്ക്. അപ്പൊ അങ്ങനെ കുറെ ആവശ്യങ്ങൾ അവർ കാലത്ത് തന്നെ പറയാം. അതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ ഇവിടെ എങ്ങനെയാ, ഇവര് റെഡി ആയി നിൽക്കുമ്പോ അമ്മ ടിഫിൻ ബോക്സ് തായോ, വാട്ടർ ബോട്ടിൽ എടുത്തോ, സൈക്കിളിന്റെ താക്കോല് തായോ, ID കാർഡ് എന്നും മറക്കും. ഞാൻ എടുത്തോ കയ്യിൽ കൊടുത്താലേ അത് ഇട്ട് പോവുള്ളൂ. അതൊക്കെ ഒരു പരാജയമാണ്. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ പരാജയം എന്നാണ് പറയുന്നത്. പിള്ളേര് സ്വയം പര്യാപ്തത ആവുകയില്ല എന്നാണ് പറയുന്നത്. അതിപ്പോ പിള്ളേരെ അഴിച്ചിട്ടാ പറയും പാരൻസ് ശ്രദ്ധിക്കണില്ല എന്ന്. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ചില ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മൾ കരുതലല്ലേ, ഒരു സ്നേഹം കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പം അതൊരു പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിക്കണ കാര്യമില്ല അല്ലേ. നമ്മൾ സ്നേഹത്തോടുകൂടി അവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തും അമ്മയാണ് എൻ്റെ ചോറും പാത്രത്തിൽ ചോറൊക്കെ ഇട്ട് തന്നിരുന്നത്. എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തോരം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന് പിള്ളേരൊക്കെ അതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് പഠിച്ച് അത് മനസ്സിലാക്കി. അന്ന് വെച്ചിട്ട് നമ്മള് പരാജയമായി. പിള്ളേര് സ്കൂളിലേക്ക് പോകാൻ നോക്കുമ്പോ ബാഗ് എടുത്ത് തരാൻ പറഞ്ഞാൽ ബാഗ് എടുത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവോ? അതുപോലെ ഐഡന്റിറ്റി കാർഡ് മിക്ക പിള്ളേരും മറക്കും. അപ്പൊ അമ്മ കാർഡ് എടുത്ത് തരാൻ പറയുമ്പോ അത് കൊടുക്കണ്ടേ? കൊടുത്തില്ലെങ്കിൽ അവരാകെ മൂടൗട്ടാവും. പിള്ളേർ കാലത്തോടെയും വൈകുന്നേരം വരെ പോയി പഠിക്കല്ലേ അവിടെ. അതൊരു പണി തന്നെയാണ്, ആവശ്യദേവ അവര്. അപ്പൊ പേരൻസ്, എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്, പേരൻസ് അവർക്ക് പറ്റണ പോലെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കാം. സ്കൂൾ ടൈം കഴിഞ്ഞ പിന്നെ ട്യൂഷൻ. എന്റെ അഭിപ്രായം തന്നെ. അല്ലാണ്ട് നമ്മ ഒന്നും ചെയ്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരും മൊരടന്മാരായി മാറുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഓരോരോ പറയണേല് കാര്യണ്ട്. ചില പിള്ളേർ ഒന്നും ചെയ്യില്ലല്ലോ, ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ നമ്മുടെ പിള്ളേരും കണക്ക് തന്നെയാ.